ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദേ ചെറിയ രീതിക്ക് ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണ്. കാര്യം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഈ കാണുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവക്കിന്നൊരു ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഇവളുടെ പെണ്ണ് കാണാൻ ചടങ്ങാണ്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ കൂടെ ഉണ്ടാകണമെന്ന്. അങ്ങനെ ഞാൻ ലീവ് എടുത്ത് പോസ്റ്റിംഗ് കട്ട് ചെയ്ത് വന്നതാണ് ആളുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ എന്താണെന്നുള്ളത് കാണാനായിട്ട്. അങ്ങനെ ഇവിടെ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാണ്, ഇതുവരെ തീർന്നിട്ടില്ല. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഒരുങ്ങി റെഡിയായിട്ട് ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഫൈനൽ ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ചെറുക്കൻ്റെ വീട്ടുകാർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും വെയിറ്റിങ്ങാണ്. അങ്ങനെ ഒരു 11 മണിയൊക്കെയോട് അടുപ്പിച്ച് ചെറുക്കൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ഇവർ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു, അതായിരുന്നു ആദ്യം ചെയ്തത്. അതാണ് ഈ നടക്കുന്നത്. ഫ്രൂട്ട്സും സ്വീറ്റ്സും ഗണപതിക്കൊരുക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിനുശേഷം എല്ലാവർക്കും ഞങ്ങൾ സ്നാക്സും ജ്യൂസൊക്കെ സെർവ് ചെയ്തു. അങ്ങനെ ഇവരൊക്കെ കുറച്ച് നേരം അതൊക്കെ കുടിച്ചിരുന്നു. ബാക്കി ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും മുല്ലപ്പൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചെറുക്കൻ്റെ സൈഡിൽ നിന്നും പെണ്ണിൻ്റെ സൈഡിൽ നിന്നും ബന്ധുക്കളെല്ലാം പരിചയപ്പെടുത്തുന്നൊരു ചടങ്ങുണ്ടായിരുന്നു, അതാണ് ഈ നടക്കുന്നത്. പിന്നീട് കല്യാണ തീയതിയൊക്കെ കുറിച്ച് ചാർത്തൊക്കെ വായിച്ചതിന് ശേഷം മാത്രമാണ് പെണ്ണിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അങ്ങനെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ പെണ്ണിനെ കാണണം, പരിചയപ്പെടുന്ന അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ പിന്നെയാണ് നടക്കുന്നത്. അത്രയും നേരം ആൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അത് അവളുടെ മുഖത്ത് നന്നായിട്ട് കാണാനുണ്ട്. ചെറുക്കൻ്റെ സൈഡിൽ നിന്നുള്ള മുതിർന്നവരൊക്കെ പെണ്ണിനെ പരിചയപ്പെടുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. പിന്നെ നമ്മുടെ നാടൻ ആചാരം അനുസരിച്ച് പെണ്ണ് വന്നവർക്കെല്ലാം സ്വീറ്റ്സൊക്കെ കൊടുത്തു. ഈ പെണ്ണ് കാണൽ ചടങ്ങിന് ഒരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ, ചെറുക്കൻ വന്നിട്ടില്ല. ചെറുക്കൻ ഇപ്പോൾ ആക്ച്വലി പുറത്താണ്. അപ്പം അവൻ്റെ സൈഡിൽ നിന്നുള്ള റിലേറ്റീവ്സും അമ്മയും ഒക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ആൾ പുറത്താണെങ്കിലും വീഡിയോ കോൾ ചെയ്ത് എല്ലാം ലൈവായിട്ട് പുള്ളിക്കാരൻ കാണുന്നുണ്ടായിരുന്നു. ചടങ്ങുകൾ ആക്ച്വലി ഇത്രയൊന്നും അല്ല കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ബാക്കിൽ നിന്ന് കാണുമായിരുന്നു, എനിക്ക് ഫുള്ള് കാണാൻ പോലും പറ്റിയില്ല. കുറേ ആൾക്കാരുണ്ടായിരുന്നു രണ്ടുപേരുടെ സൈഡിൽ നിന്നും. അങ്ങനെ ചടങ്ങുകളൊക്കെ ഏകദേശം പൂർത്തിയായതിനു ശേഷം പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു. എല്ലാവരും മത്സരിച്ച് പെണ്ണിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ചെറുക്കൻ്റെ സൈഡിൽ നിന്നും പെണ്ണിൻ്റെ സൈഡിൽ നിന്നും എല്ലാവരും. അങ്ങനെ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നീട് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയി. ചെറിയ രീതിക്ക് ഒരു മിനി സദ്യയൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഇത്രയും പേർക്കുള്ളത് അവിടെ തന്നെ ബന്ധുക്കളും അയൽവാസികളും എല്ലാം കൂടെ ചേർന്ന് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ 2-3 പന്തിയിലൊക്കെ ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അന്ന് സദ്യയൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടുകാരുടെ യാത്രയപ്പും കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ഒന്ന് ഇരുന്നത് തന്നെ. അവളങ്ങനെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.